ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് വലിയ ഭീതിയിലാണ് മധ്യപൂർവേഷ്യ. അതിനിടയിൽ പ്രതീക്ഷയുടെ നേരിയ ആശ്വാസം കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നു. യുദ്ധത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ അനിശ്ചിതത്വത്തിലായ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത. അബുദാബിയിൽ കുടുങ്ങിയവരുമായുള്ള ഇത്തിഹാദ് വിമാനം ഡൽഹിയിലിറങ്ങി. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും PR അരവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് ആദ്യം കാണാം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും ഭാഗികമായ ഒരു ആശ്വാസമാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത്. വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് എത്തിഹാദിന്റെ അഹമ്മദാബാദിൽ നിന്നുള്ള വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തത്. നിരവധി ഇന്ത്യക്കാർ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ നേരത്തെ തന്നെ അവരെ കാണുവാൻ വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള ആശങ്കയിലും ഭയത്തിലുമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാരണം മിസൈലുകളും ഡ്രോണുകളും ഗൾഫ് രാജ്യങ്ങളടക്കം പതിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ വലിയ ആശങ്കയിലായിരുന്നു അവരുടെ കുടുംബങ്ങളടക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ആ കുടുംബങ്ങൾക്ക് ആശ്വാസമായി അവരുടെ ഉറ്റ അംഗങ്ങൾ, അവരുടെ ഉറ്റവർ, മകനും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളടക്കമുള്ളവർ മടങ്ങിയെത്തിയിരിക്കുകയാണ്. വലിയ ആശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഈ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ താമസം ഒരുക്കിയ സ്ഥലത്തടക്കം നൽകിയിരുന്നു എന്നതാണ് ഇവിടെ മടങ്ങിയെത്തിയിരിക്കുന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. കാരണം ഇനിയും നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ താല്പര്യപ്പെടുന്ന നിരവധി പേരുണ്ട്. അവർക്കും എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ദൈവത്തിനുമാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവാസിയും ഇപ്പോൾ നന്ദി പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ മസ്കറ്റിൽ നിന്ന് ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. തിരുച്ചിറപ്പള്ളിയിലേക്കാണ് മസ്കറ്റിൽ നിന്നുള്ള വിമാനം സർവീസ് നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലും നിരവധി വിമാന സർവീസുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ കൂടുതൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നേരിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതോടൊപ്പം തന്നെ സമാധാനത്തിനും ആഹ്വാനം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. അപ്പോൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം മെച്ചപ്പെടുന്നതിനൊപ്പം കൂടുതൽ ഇന്ത്യക്കാർ മടങ്ങിയെത്തും. അവരുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ നിന്നും VS രാഹുലിനൊപ്പം അരവിന്ദ് PR 24. എന്തായാലും അത് ആശ്വാസമാവുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ട ആശ്വാസ ദൃശ്യങ്ങൾ കൂടിയാണ് ഇത്. അവിടെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയിരിക്കുന്ന പലരും തിരികെ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം, സന്തോഷം നൽകുന്ന കാര്യമാണ്. സന്തോഷത്തിൽ അവർ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ബന്ധുക്കൾ യാത്രക്കാരെ സ്വീകരിക്കാൻ അവിടെ എത്തിയതിനു ശേഷം അവർ തമ്മിൽ കണ്ടപ്പോഴുള്ള ആ സന്തോഷ നിമിഷങ്ങളാണ്. ചില യാത്രക്കാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്കാണ്. आपको कैसे लगे सर? बहुत अच्छा लग रहा है जी, बहुत अच्छा। 2 दिन से बहुत हाँ, हमारी बच्ची वापस आ गई, हमें बहुत अच्छा लग रहा है। आई एम गुड। कितना दिन से वहाँ पे 2 दिन से 28 तारीख से। किसको थैंक यू बोलना चाहते हैं अभी कुछ? इंडियन गवर्नमेंट को। नहीं, सिचुएशन तो थोड़ी थी, पर जो इतिहाद ने अटेंड किया काफ़ी अच्छी सर्विस दी, उन्होंने हमें कोई प्रॉब्लम नहीं है। सिचुएशन इज़ गुड, नो प्रॉब्लम। गवर्नमेंट ने बहुत बढ़िया साथ दिया और आराम से सेफ थे। अबू धाबी के अंदर, होटल के अंदर किसी प्रकार की कोई परेशानी नहीं थी। वी आर हैप्पी। अभी बहुत कोई नॉर्मल है, मगर डरे हुए लोग। ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.